റോയ് ചായ, ഒരു ഇടവേളയ്ക്ക് ശേഷം CPM-ഉം ക്രൈസ്തവ സഭകളും വളരെ രൂക്ഷമായ പ്രതികരണങ്ങളുമായി ഏറ്റുമുട്ടുകയാണ്. ഇങ്ങനെ ഒരു മുന്നോട്ട് പോക്ക് ഇരു കൂട്ടർക്കും ദോഷകരമാവുന്ന ഒന്നല്ലേ? സഭകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പ്രത്യേകിച്ച് CPM-ഉമായിട്ട് ഇത്ര ഏറ്റുമുട്ടുകൾ കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഓർമ്മയിൽ തന്നെ പല വട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ ഓർത്തിരിക്കുന്ന ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ട്. സഭകളും CPM-ഉമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ 2007 പിണറായി വിജയൻ്റെ ഒരു പ്രസ്താവന വലിയ തോതിൽ വലിയ വിവാദങ്ങളുണ്ടാക്കുകയും സഭയും കമ്മ്യൂണിസ്റ്റ് CPM-ഉം തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുകയും തെരുവിൽ ഇരുകൂട്ടരും പ്രകടനം നടത്തുകയും ഒക്കെ ചെയ്ത സംഭവമുണ്ട്. അതായത് തിരുവമ്പാടി MLA ആയിരുന്ന CPM-ൻ്റെ MLA ആയിരുന്ന മത്തായി ചാക്കോ, അദ്ദേഹം ക്യാൻസർ വന്ന് 2006 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം മരിച്ചുപോയി. അപ്പം അദ്ദേഹത്തിൻ്റെ 1ാം ചരമവാർഷികത്തിന് തിരുവമ്പാടിയിൽ ഒരു യോഗം ചേർന്ന് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായ ദിവസങ്ങളിലാണ് കത്തോലിക്ക സഭയുടെ ഭാഗത്തു നിന്നൊരു പ്രസ്താവന വന്നു. മത്തായി ചാക്കോ കത്തോലിക്ക സഭാ വിശ്വാസപ്രകാരമുള്ള അന്ത്യകൂദാശ, അദ്ദേഹം ചികിത്സയിലായിരുന്ന മരണാസന്നനായി കിടന്ന സമയത്ത് കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിയിൽ വെച്ച് അന്ത്യകൂദാശ സ്വീകരിച്ചു എന്നായിരുന്നു സഭയിലെ ഒരു വൈദികൻ്റെ വെളിപ്പെടുത്തൽ. ആ വെളിപ്പെടുത്തലിനെ ഏറ്റെടുത്തുകൊണ്ട് അന്നത്തെ താമരശ്ശേരി ബിഷപ്പ് മാർ പോൾ ചിറ്റിലപ്പള്ളി നടത്തിയ പ്രസ്താവന ഇതായിരുന്നു: അന്ത്യകൂദാശ കൈക്കൊണ്ടിട്ടാണ് മത്തായി ചാക്കോ മരിച്ചതെന്നായിരുന്നു പ്രസ്താവന. അതിനെതിരെയായിരുന്നു പിണറായി വിജയൻ 2007 ഒക്ടോബറിൽ മത്തായി ചാക്കോയുടെ 1ാം ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത യോഗത്തിൽ വെച്ച് അതിരൂക്ഷമായ ഭാഷയിൽ പോൾ ചിറ്റിലപ്പള്ളിക്കെതിരെ സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ ഒരു പ്രസക്തമായ ഭാഗം അന്ന് പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു, പത്രങ്ങളും ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിങ്ങനെയായിരുന്നു: ഇത്തരം പ്രസ്താവന നടത്തിയവരെ നികൃഷ്ടജീവി എന്ന് വിളിക്കേണ്ടി വരും. കള്ളം പറയില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു മഹാൻ UDF-ന് വേണ്ടി പ്രചാരവേല നടത്തുകയാണ്. ഇങ്ങനെയുള്ളവരെ നികൃഷ്ടജീവി എന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത്? ഇതായിരുന്നു ഏറ്റവും പിണറായി വിജയൻ്റെ വിവാദമായ പ്രസ്താവന. അതിനെതിരെ സഭ പ്രതിഷേധം നടത്തി, പ്രതിപക്ഷ പാർട്ടികൾ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിണറായി വിജയൻ പറഞ്ഞിടത്ത് തന്നെ ഉറച്ചു നിന്നു. അദ്ദേഹം അതൊന്നും തിരുത്താനൊന്നും പോയില്ല. ഒരുപാട് സമ്മർദ്ദങ്ങൾ വന്നിട്ടും പിണറായി വിജയൻ അതൊന്നും തിരുത്തിയില്ല. പക്ഷേ പിന്നീട് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ട് അദ്ദേഹം നടത്തിയ കേരള യാത്രയുടെ ഭാഗമായി വിവിധ കോൺസ്റ്റിറ്റ്യുവൻസികൾ, നിയോജകമണ്ഡലങ്ങൾ ഇങ്ങനെ സന്ദർശിച്ചു വരുന്ന വരവേ താമരശ്ശേരി ബിഷപ്പ് അരമനയിൽ പോയി ബിഷപ്പുമായിട്ട് സംസാരിക്കുക, ആ പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അതോടുകൂടി ആ പ്രശ്നങ്ങളൊക്കെ ഏതാണ്ട് അസ്തമിച്ചു എന്ന് എനിക്ക് കരുതുക. പിന്നീട് അതേക്കുറിച്ച് ചർച്ചകളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദം എന്ന് പറയുന്നത് ഈ ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് അറസ്റ്റ് ചെയ്ത സമയത്ത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും CPM-ഉം UDF-ഉം ഒക്കെ തന്നെ അവരുടെ മോചനത്തിന് വേണ്ടി വലിയ തോതിൽ അവിടെ പോയി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു. അപ്പം BJP-യുടെ നേതാക്കളും അവിടെ അവരുടെ മോചനത്തിനായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ അവരുടെ ജാമ്യം കിട്ടി പുറത്തു വന്നതിന് ശേഷം തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി എല്ലാവർക്കും നന്ദി പറഞ്ഞ കൂട്ടത്തിൽ എടുത്തു പറഞ്ഞത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും പ്രധാനമന്ത്രിക്കും നന്ദി പറയുന്നു, അവരുടെ ഇടപെടൽ കൊണ്ടാണ് ജാമ്യം കിട്ടിയത് എന്ന് പറഞ്ഞു. അപ്പം അതിനെക്കുറിച്ച് ഈ അടുത്ത ദിവസം DYFIയുടെ നേതാക്കൾ, DYFIയുടെ സംസ്ഥാന സെക്രട്ടറി സനോജ് പറഞ്ഞു, ജോസഫ് പാംപ്ലാനി ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് ഒരു തരം അദ്ദേഹം ഹിറ്റ്ലറിൻ്റെ ഏറ്റവും അടുപ്പക്കാരനായ നിയോ മുള്ളറുടെ അവസ്ഥ ആലോചിക്കണം, അതായിരിക്കാം പാംപ്ലാനിക്ക് സംഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ തൊട്ടുപിറ്റേതാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ അവിടെ തളിപ്പറമ്പിൽ നടന്നൊരു യോഗത്തിൽ വെച്ച് മാർ ജോസഫ് പാംപ്ലാനിയെ അവസരവാദി എന്ന് വിളിച്ചു. അതായത് ഒരേ സമയം തന്നെ BJP-ക്ക് എതിരായിട്ട് സംസാരിക്കുന്നു, കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് BJP-ക്ക് എതിരായിട്ട് സംസാരിക്കുന്നു, പിറ്റേന്ന് അവരുടെ ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് BJP-യും അതിൻ്റെ നേതാക്കന്മാരെ സ്തുതിച്ച് പറയുന്നു. ഇതായിരുന്നു അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ ഇടയാക്കിയ സാഹചര്യം. ഇന്ന് അതേക്കുറിച്ച് സഭയുടെ ഭാഗത്തു നിന്ന് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടറായ ഫാദർ ഫിലിപ്പ് കവിയിൽ ഇന്ന് അതിരൂക്ഷമായ ഭാഷയിലാണ് MV ഗോവിന്ദനെതിരെ പറഞ്ഞത്. ഗോവിന്ദൻ മാഷ് ഗോവിന്ദചാമിയെ പോലായി ആവരുത് എന്ന്. അത് കോടിയേരി ബാലകൃഷ്ണനൊക്കെ ഇരുന്ന കസേരയിലാണ് അദ്ദേഹം ഇരിക്കുന്നതെന്ന് ഓർമ്മ വേണം എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവന ഇന്ന് സഭയുടെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ ഇത് പരസ്പരം ഒരു ഏറ്റുമുട്ടലിൻ്റെയും വിവാദ പ്രസ്താവനകളുടെയും ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇനി എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളതാണ്
ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അല്ല, ഈ CPM ഉന്നയിക്കുന്ന ഒരു വിമർശനമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തലേ ദിവസം തെരുവിലിറങ്ങുകയും കേൾക്കും വേണ്ട, അരമന കാണാൻ വരികയും വേണ്ട എന്ന് പറഞ്ഞിട്ട് ജാമ്യം കിട്ടിയപ്പോൾ തന്നെ ഒറ്റയടിക്ക് BJPക്ക് അനുകൂലമാകുന്നു. BJP സംസ്ഥാന പ്രസിഡന്റിനെ കാണാൻ വൈദികർ കേക്കുമായി പോകുന്നു. ഈ ഇരട്ടതാപ്പല്ലേ തുറന്നു പറഞ്ഞത്? ഇതിനെ നമ്മൾ കാണേണ്ട ഒരു പ്രധാന ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ക്രൈസ്തവ സഭകൾ, പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും പ്രബലമായ സഭ സീറോ മലബാർ സഭയാണ്. സീറോ മലബാർ സഭ എന്ന് പറയുന്നത് എല്ലാ കാലത്തും അവരുടെ പ്രഖ്യാപിത നടപടികൾ എന്ന് പറയുന്നത് ഭരിക്കുന്ന പാർട്ടിയോട് ഒട്ടിനിന്ന് കാര്യങ്ങൾ നേടുക എന്നുള്ളതാണ്. ഇപ്പം ഇവിടെ തന്നെ നമ്മൾ കണ്ടതാണല്ലോ, BJP മോദി ഭരണത്തെ സ്തുതിച്ചുകൊണ്ട് ആദ്യം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്തു നിന്നൊരു പ്രസ്താവന വരുന്ന ആരാണ്? കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ പ്രസ്താവനയാണ് വരുന്നത്. അത് അദ്ദേഹത്തെ മോദിയുടെ ഭരണകാലത്ത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതമാണ്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ സുരക്ഷിതമാണെന്ന മട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. അപ്പോൾ അതേപോലെ തന്നെ ഈ പാംപ്ലാനി തന്നെ നേരത്തെ പറഞ്ഞാൽ 300 രൂപ റബ്ബറിന് തരികയാണെങ്കിൽ ഞങ്ങളെല്ലാവരും ഇവിടെ നിന്നൊരു MP-യെ BJPക്ക് തരും എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇത് അവസരമനുസരിച്ച് തരാതരം പോലെ സംസാരിക്കുക എന്നുള്ളത് ചില കത്തോലിക്ക ബിഷപ്പുമാരുടെ, ക്രിസ്ത്യൻ ബിഷപ്പുമാരുടെ പ്രഖ്യാപിത ഇടപാടാണ്. അതിനകത്ത് ഒരു സംശയം വേണ്ട. അത് അങ്ങനെ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. കാരണം ഇവർ ഈ അവസരവാദപരമായ രീതിയിൽ സംസാരിക്കുക ഒരു പ്രത്യക്ഷമായ ഒരു നിലപാടില്ല. കാരണം ഈ അങ്ങനെ നിലപാട് മാറ്റി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ജാമ്യം കിട്ടിയത് ഭരിക്കുന്ന പാർട്ടിയുടെ ഔദാര്യത്തിലൊന്നുമല്ല, ജാമ്യം കിട്ടിയത് കോടതിയാണ് കൊടുക്കുന്നത്. അത് മനസ്സിലാക്കി വേണമായിരുന്നു സംസാരിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ അഥവാ ഒരു ഭരിക്കുന്ന പാർട്ടി കോടതിയുടെ മേൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റത്തെ തെറ്റാണെന്ന് കൂടി പറയാനുള്ള ആർജവം കാണിക്കേണ്ടതായിരുന്നു. അപ്പോൾ അതൊരു വശത്ത്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ 2014 മുതൽ അതിരൂക്ഷമായ തരത്തിലാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നത്? ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള സംഘടനകളും മറ്റും അവരെ ഓടി നടന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ യാഥാർത്ഥ്യം തുറന്നു പറയുന്നതിൽ ഇവർക്ക് ഭയമുണ്ട്. അതായത് പാംപ്ലാനി അമിത്ഷായ്ക്ക് നന്ദി പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് 2 വൈദികരെ ക്രൂരമായി മർദ്ദിച്ചത്. അപ്പോൾ ഇത് ഒരു ഡെയിലി നടന്ന ഒരു അനുഷ്ഠാനം പോലെ നടന്നു വരുന്ന ഒരു പരിപാടിയാണ് വടക്കേ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും എതിരായി നടക്കുന്ന ആക്രമണങ്ങൾ. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഈ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടും വൈദികർക്കെതിരായിട്ടും കന്യാസ്ത്രീകൾക്കെതിരായുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചത്. അപ്പം നിങ്ങൾക്ക് ഒരു കൃത്യമായ നിലപാടുണ്ടാവണമല്ലോ. ഭരിക്കുന്ന പാർട്ടിയുടെ സംഘടനകളാണ് ഇത് ചെയ്തു എന്ന് പറയാനുള്ള ആർജവം ഇല്ലാതാവുകയും അവിടെ നിശബ്ദത പാലിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്. ഒരു കേരളം പോലൊരു സ്ഥലത്തെങ്കിലും ഇത് പറയാനുള്ള ധൈര്യം അവർ കാണിക്കണം. പ്രത്യേകിച്ച് ഇവിടെ ഒരു 10-18% ഉണ്ട് വോട്ടിങ്ങിനകത്ത് നിർണായകമായ ഒരു സമുദായമാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾ. അത് പറയാനുള്ള ആർജവം ഇല്ലാതെ പോവുകയാണ്. അത് ഗോവിന്ദൻ മാഷ് അങ്ങനെ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. കാരണം നിങ്ങൾക്ക് ഈ ന്യൂനപക്ഷ വേട്ടയുടെ കാര്യത്തിൽ, ക്രിസ്ത്യൻ വേട്ടയുടെ കാര്യത്തിൽ സഭകൾക്കൊരു കൃത്യമായ നിലപാടുണ്ടാവണം. ഭരിക്കുന്ന പാർട്ടിക്കെതിരെ പറയാനുള്ള ധൈര്യം എന്തുകൊണ്ടാണില്ലാതെ? അവരെ മറുവശത്ത് നിന്നുകൊണ്ട് കേന്ദ്ര ഏജൻസികളെ കാണിച്ച് പേടിപ്പിക്കുമ്പോഴാണ് ഇവിടെ മിണ്ടാതിരിക്കുന്നത്. അപ്പോൾ അത് ആരെങ്കിലും അത് രാഷ്ട്രീയക്കാരാണ് പറയേണ്ടത്. അത് കൃത്യമായിട്ട് തന്നെ ഗോവിന്ദ മാഷ് പറഞ്ഞതിൽ ഒരു തെറ്റും പറയാൻ പറ്റുന്നില്ല. കാരണം സഭകൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ സാവി താല്പര്യമില്ലാതെ അവരുടെ നിലപാടുകൾ പറയാനുള്ള ആർജവം കാണിക്കണം. ആർജവം കാണിക്കാത്തതുകൊണ്ടാണല്ലോ രാഷ്ട്രീയ പാർട്ടികൾ ഇടപെട്ടത് പറയേണ്ടി വരുന്നത്. നിങ്ങൾ ഭരിക്കുന്ന പാർട്ടിയോട് ഒട്ടി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് പറയാനുള്ള കാര്യം പറയാം. ഇവിടെ ഈ കാര്യത്തിനകത്ത് അമിത്ഷായ്ക്ക് നന്ദി പറഞ്ഞു എന്ന് പറയുന്നതിനകത്ത് ഒരു അർത്ഥശൂന്യമായ കാര്യമുണ്ട്. കോടതിയാണ് ജാമ്യം കൊടുത്തത്, ഇല്ലേ? ഈ അവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ സർക്കാരാണ് ഇവരുടെ പേരിൽ അനാവശ്യമായ കേസെടുത്തു എന്ന് സഭ തന്നെ പറയുന്നത്. അപ്പോൾ അത് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മാറ്റി നിലപാടുകൾ പറയുന്നത്? നിങ്ങൾക്ക് ഒരു നിലപാടേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇന്ന് ഈ സഭ മറുപടി പറഞ്ഞപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, തുടർ ഭരണം വേണമോ എന്ന് ചിന്തിക്കണമെന്ന ഭീഷണി. ഒപ്പം തന്നെ MV ഗോവിന്ദന് പിണറായി സർക്കാർ തുടരണ്ട എന്ന ചിന്തയുണ്ടോ എന്നും ഒരു വിമർശനം ഉന്നയിച്ചു. ഒരു സഭയുടെ ഭാഗത്തു നിന്ന് വരാൻ പറ്റിയ കാര്യങ്ങളാണോ ഇതെല്ലാം? അല്ല, അത് ഈ രാഷ്ട്രീയം പറയുമ്പോൾ അത് തിരിച്ചു പറയുമ്പോഴും അത് കേൾക്കാനായിട്ടുള്ള മനസ്സ് കാണിക്കണം. ഇപ്പോൾ MV ഗോവിന്ദനെ നിങ്ങൾ ആക്രമിക്കുന്ന സമയത്ത് MV ഗോവിന്ദൻ തിരിച്ചു പറയുന്നതും കേൾക്കണം. അതുകൊണ്ട് രോമാഞ്ചം കൊണ്ടുപോകുക അല്ലെങ്കിൽ പ്രകോപിപ്പിച്ചിട്ടോ കാര്യമില്ല. അപ്പോൾ അവർ ആ രാഷ്ട്രീയമാണോ അവിടെ പറയേണ്ടത്? അല്ലല്ലോ. ആ രാഷ്ട്രീയം അങ്ങനെ ഭീഷണിപ്പെടുത്തുക, അങ്ങനെ ഈ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ബിഷപ്പിൻ്റെ കയ്യിലോ ഒരു സമുദായ നേതാവിൻ്റെ കയ്യിലോ ഒന്നും അല്ലല്ലോ. അങ്ങനെ ഒരിക്കലുമല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയും വോട്ടിൻ്റെ കാര്യം പറഞ്ഞ് വരട്ടേണ്ട കാര്യമൊന്നുമില്ല. അത് ജനങ്ങളാണ്. ഓരോ വ്യക്തിയുടെ കയ്യിലിരിക്കുന്ന ഏറ്റവും വലിയ സ്വത്താണ് അവൻ്റെ വോട്ടവകാശം എന്ന് പറയുന്നത്. അത് സഭയ്ക്കോ അല്ലെങ്കിൽ സമുദായ നേതാവിനോ ആരും തീരെഴുതി കൊടുത്തിട്ടൊന്നുമില്ല. അങ്ങനെ പറയുന്ന അത് ചൂണ്ടിക്കാണിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയെ എതിർക്കുക എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. അതൊരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യത്തിലും അങ്ങനെ ഒരു ഭീഷണി ഒരു സമുദായവും പറയുന്നത് അംഗീകരിക്കാൻ കഴിയത്തില്ല. അത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ആരെ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവരണമെന്നും. അത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ തീരുമാനത്തിൻ്റെ ഭാഗമാണ്. ഇപ്പം തന്നെ ഈ കത്തോലിക്ക സഭ തന്നെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്രയോ കാലമായിട്ട് എതിർത്തിട്ടുണ്ട് പല കാര്യങ്ങളിലും. അവരുടെ എന്ന് വിചാരിച്ച് CPM ഇവിടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരാതിരിക്കുകയാണോ?
അധികാരത്തിൽ വന്നിട്ടുണ്ട്. ഈ തുടർ ഭരണം തന്നെ പിന്നെ കത്തോലിക്ക സഭയുടെ ഔദാര്യമൊന്നുമില്ല. ഈ കാലത്തെ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് ഓരോ രാഷ്ട്രീയ പാർട്ടി ഇവിടെ വരുന്നത്. അതിലൊന്നും അത്തരം ഭീഷണികൾക്കൊന്നും അർത്ഥമില്ല. അതൊന്നും ജനങ്ങൾ കൈക്കൊള്ളത്തേ ഇല്ല. ഇവിടെ കണ്ടില്ലേ, വെള്ളാപ്പള്ളി നടേശൻ സ്ഥിരം പിന്നെ ചില കോൺഗ്രസ് നേതാക്കന്മാരെ തോപ്പിക്കും അവരെല്ലാം ജയിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത്തരം സമുദായ നേതാക്കന്മാരുടെ ഭീഷണിയൊന്നും ആരും അംഗീകരിക്കത്തുമില്ല. സമുദായ നേതാക്കന്മാർ പറയുന്നതനുസരിച്ചല്ല കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അത് സ്വപ്നം കാണേണ്ട കാര്യമൊന്നുമില്ല.